ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാരേജിന് പോണ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ അതായത് വിൻഷാൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൻ്റെ മാരേജ് ആണ്. ബജാജിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളത് പട്ടാമ്പിട്ടാം. അപ്പോൾ ഇപ്പോഴും ഫ്രണ്ട് തന്നെയാണ്. ബജാജിൽ നിന്ന് വിൻഷാട്ട് ഇറങ്ങി. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ആട്ടോ, വിൻഷാട്ടിന് ഇപ്പോൾ എന്താ ജോലി എന്നുള്ളത്. വിൻഷാട്ട് ഇപ്പോൾ കോട്ടയക്കിലാട്ടോ വർക്ക് ചെയ്യണത്, പാലക്കാടാണ്. ഇത് മുന്നേ ബജാജിലായിരുന്നു, അവിടുത്തെ കണക്ഷനാണ് കേട്ടോ. പിന്നെ കുറച്ച് നാളായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാരേജ് എന്നും കൂടി വേണമെങ്കിൽ പറയാം കേട്ടോ. ജിതിൻ ചേട്ടൻ്റെ കല്യാണത്തിനാട്ടോ പോണത്. ജിതിൻ ചേട്ടൻ്റെ അഞ്ജുവിൻ്റെയും വിൻഷാട്ടിന്റെ ബജാജിലുണ്ടായിരുന്ന ബജാജിൽ എല്ലാവർക്കും ബജാജിലാണ്. വിൻഷാട്ടൻ മാറി, പക്ഷെ ഇവരുടെ കമ്പനി ഇട്ടിട്ടില്ല. അപ്പൊ അവരുടെ കല്യാണം വിൻഷാട്ടിന്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും മറ്റേ അമ്പലത്തിന്റെ അവിടെ റൂം എടുത്തിട്ട് എല്ലാവരും ഞങ്ങള് രാവിലെ വിടുന്നത് വേഗം പോയി. 6 to 7 കിട്ടുള്ളത്. 6:30 ആവാറായിട്ടുണ്ട്. ചിത്തുട്ടേട്ടൻ വിളിച്ചപ്പോ അവര് പോണുള്ളൂ, അമ്പലത്തേക്ക് പോണുള്ളൂ, റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ പറഞ്ഞു. അതല്ലേ. അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങള് വേഗം അങ്ങോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങൾ വഴി നമ്മള് ഗുരുവായൂർ എത്തിയിട്ട് കാണാട്ടോ. അങ്ങനെ അതേ ഗുരുവായൂർ എത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കെട്ടിന്റെ അവിടേക്കാട്ടോ പോവുക. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു സ്കേർട്ടും ടോപ്പും ഇല്ലേ, അത് എന്താ പറയാ, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ സാരി എടുത്തിട്ട് തയ്പ്പിച്ചതാട്ടോ. പാവാടയും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യിച്ചതാട്ടോ. അങ്ങനെ അതേ നമ്മൾ അമ്പലത്തിൽ എത്തി. ഇവിടെ അതേ ഞങ്ങൾ എത്തുമ്പോഴേക്കും കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് കെട്ട് കഴിഞ്ഞ് അവർ ഇറങ്ങി നിൽക്കണ നേരമായിരുന്നേ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ജു, ഇതാണ് ജിതിൻ ചേട്ടൻ. അഞ്ജുനെ ആയാലും നമുക്ക് മുന്നേ ഓൾറെഡി കമ്പനിയുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് പരിചയക്കേടൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഇവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വെഡിങ്ങിന്റെ ആ ഒരു ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് മുഹൂർത്തമുള്ള ദിവസമാണ് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വെഡിങ്ങിന്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സൈഡിലായിട്ടും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈഡിന്റെ തൊട്ടപ്പുറത്തായിട്ട് വേറെ കപ്പിൾസിന്റെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവര് കെട്ട് കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മാലൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ഒക്കെ എടുക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ അവർ നിർത്തിയേക്കണത്. അപ്പോൾ ബാക്കിൽ ഫുള്ള് ഇവരുടെ ബജാജ് ടീം എല്ലാവരും ഉണ്ട് കേട്ടോ, ചെക്കന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരോട് അനുവാദം ചോദിക്കിയത് തോന്നുന്നു കേട്ടോ. അങ്ങനെ മാലയൊക്കെ ഇട്ടിട്ട് ഇനി വീഡിയോസൊക്കെ എടുക്കാട്ടെ ചെയ്യാം. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ കമ്പനിക്ക് നമ്മുടെ മിത്ര ചേച്ചി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ ഈ മേക്കപ്പ് ഉണ്ടല്ലോ, മിത്ര ചേച്ചിയുടെ മേക്കപ്പാണ് കേട്ടോ. ഫുൾ സാരി ഡ്രൈപ്പിംഗ് ആയിക്കോട്ടെ, മേക്കപ്പ്, ഹെയർ എല്ലാം നമ്മുടെ മിത്ര ചേച്ചിയുടെയാണ് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ മേക്കപ്പ്. അപ്പം അതായത് മിത്ര ചേച്ചിനെ ഞാനിപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ കാണിക്കാറുണ്ട്. അപ്പോൾ മിത്ര ചേച്ചി ആയിരുന്നു കേട്ടോ എല്ലാതും, ഫംഗ്ഷൻ്റെയും എല്ലാതും ഉണ്ടായിരുന്നു. അപ്പം മിത്ര ചേച്ചിനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കണത്. അതായത് പാറുണ്ട് എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ പാറുവിന് ചെറുതുണ്ടല്ലോ. ചെറുതുള്ള കാരണം രാവിലെ ഇത്ര നേരത്തെ വരല് ടാസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വൈകുന്നേരം എല്ലാവരും കൂടി റൂം എടുക്കാന്നുള്ള ഒരു പ്ലാൻ നടന്നുകൊണ്ടാണ്. പക്ഷെ അത് നമുക്ക് നടന്നില്ല. അപ്പോൾ പിന്നെ പാറു ഫംഗ്ഷന് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ മേക്കപ്പ് ഒക്കെ അടിപൊളിയായിട്ടില്ല ഗൈസ്. എങ്ങനെ ഉണ്ട്, അഞ്ജുവിന് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു ഗ്ലാസി സ്കിന്നാക്കി ഉണ്ടായിരുന്നു. അതായത് അവളുടെ സ്കിൻ ടോൺ വിട്ടിട്ടില്ല, പുട്ടിയടിച്ച പോലത്തെ ഫീലോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വെഡിങ്ങിൻ്റെ ലുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫാമിലി ഫോട്ടോസ് എടുക്കുക കേട്ടോ. അതേ ഇവരുടെ ഫാമിലി ആയിട്ട് നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോസ്, നമ്മളെല്ലാവരും കൂടി നിന്നിട്ടുള്ള ഫോട്ടോസ്, അങ്ങനെ ഒരുവിധമൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് തോന്നുന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണേന്. ഓരോ സെക്ഷന് മാത്രമേ പറ്റുള്ളൂ തോന്നി. പിന്നെ അതായത് നമ്മളത് നോക്കി നിൽക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടാം. കാരണം ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അത് എന്നത്തെയും പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, സംസാരിച്ചു ഫോട്ടോസ് എടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ അവരുടെ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പെട്ടെന്ന് അവർ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നമ്മൾ അവരുടെ വീഡിയോ എടുക്കാൻ അങ്ങനെ നിൽക്കാറില്ല. ചിലർ ഒരുപാട് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ തന്നെ വീഡിയോയിൽ കാണിക്കുമോ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ അങ്ങനെ എടുക്കൽ കുറവാണ് കേട്ടോ. അവർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, സംസാരിക്കുന്നു, പോകുന്നു. അതൊക്കെ ഒരു നല്ലൊരു മൊമെൻ്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഇവർ ബജാജ് ടീം എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വിൻചേട്ടൻ്റെ പട്ടാമ്പിത്തെ ടീം കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ ആൾക്കാർ കുറവുണ്ട് കേട്ടോ. അതിപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. ഇതിൽ ഫംഗ്ഷന് നിങ്ങൾക്ക് കാണാൻ ശരിക്കും ഫുൾ ടീം കേട്ടോ. അതിലിപ്പോൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ. അങ്ങനെ
അതൊക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടായിട്ട് നമ്മുടെ മിത്ര ചേച്ചി അനുപേട്ടനും കൂടി വന്നത്. കാരണം മിത്ര ചേച്ചിക്ക് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി ഒക്കെ സെറ്റാക്കി നിൽക്കാണ്ടായിരുന്നു. ആളാണെങ്കിൽ സെറ്റ് സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, സാരി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാം കൊണ്ടും ആൾക്കാർ മേക്കപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ മൊത്തത്തിൽ സമയം ലേഗായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയും പുറപ്പെടാൻ വയ്യാന്നും പറഞ്ഞിട്ട് ആൾ ഭയങ്കര സിമ്പിളായിട്ടാണ് വന്നത്. എനിക്കാണെങ്കിൽ ടോപ്പ് ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമായിട്ടോ മിത്ര ചേച്ചി ഇട്ടത്. ഇത് പട്ടാമ്പിന്ന് എടുത്തതാണ്, വെറും 250 റുപ്പീസ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയായി. കാരണം 300 രൂപയ്ക്കും ചോടെ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ടാ. നല്ല സെലക്ഷൻ ഉള്ള ആളാണ് കേട്ടോ നമ്മുടെ മിത്രേച്ചി. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഫുഡൊക്കെ കഴിക്കാൻ പോവാന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ. ഫുഡ് മീൻസ് നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയതല്ലോ, അപ്പോൾ രാവിലത്തെ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടായിട്ടാണ് നിൽക്കണത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഗുരുവായൂർ തന്നെ കേട്ടോ ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറി. നല്ല തിരക്കാടുന്നു, എന്തൊരു തിരക്കാന്ന് പറയുക, അമ്മാതിരി തിരക്കാടുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു. ഞങ്ങൾ നെയ് റോസ്റ്റാട്ടെ, ഞങ്ങൾ എല്ലാവരും നെയ് റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിത്രേച്ചി പിന്നെ ഉഴുന്നുവട പറഞ്ഞു, തേജപ്പന് ഉഴുന്നുവട പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളത് കഴിക്കാതിരുന്നിട്ടുണ്ട്. മിത്രേച്ചിനെ അനുപേട്ടനെ ഞാൻ ഇപ്പോഴും എടുത്ത് പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു. നമ്മുടെ വീഡിയോസിൽ കാണുന്നുണ്ടാവും മിത്രേച്ചിനെ, അനുപേട്ടനെ കുറവായിരിക്കും കാണല്, എന്നാലും കണ്ടിട്ടുണ്ടാവും നമ്മുടെ മിത്രേച്ചിയുടെ ഹസ്ബൻഡിനെ ആട്ടോ ഞാൻ ഒന്നും കൂടി പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ. പിന്നെ ഇത് നമ്മുടെ തേജുന് വാങ്ങിയതാട്ടോ അവിടെ നിന്ന്. തേജുന് പിന്നെ കളിപ്പാട്ടങ്ങൾ, അത് തേജുന് നല്ല പിള്ളേർക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഇതേ കളിപ്പാട്ടം എന്നങ്ങനെ പറയണതാട്ടോ. അപ്പോൾ അവന് ഇതേ കാറാട്ടോ എടുത്തേക്കണത്. നോർമലി നമ്മൾ പറയുമല്ലോ പിള്ളേരുടെ ദിന കളിപ്പാട്ടം, കളിക്കോപ്പ് എന്നൊക്കെ പറയും കേട്ടോ. വിൻഷാൻ്റെ ഇവിടെ അതാ പറയുക. പിന്നെ ഈ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ, നീലക്കുയിലാണ് കേട്ടോ നിൽക്കണത്. നീലക്കുയിൽ എൻ്റർടൈൻമെൻ്റ് ഇല്ലേ, അവരാണ്. വേറെ ഒന്നല്ല, ഇന്ന് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ജിഷിൻ ചേട്ടൻ്റെയും മറ്റേ ചേച്ചിയുടെ പേരിക്കറിയില്ല കേട്ടോ, അവരുടെ മാരേജ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു, അത്യാവശ്യം മീഡിയക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പതുക്കെ അവിടെ നിന്നൊക്കെ സ്കിപ്പ് അടിച്ച് പോന്നിട്ടുണ്ട്. ഞങ്ങൾ കണ്ടില്ല കേട്ടോ, കാരണം ഇവിടെ ഇങ്ങനെ അവരുടെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ വിൻഷേട്ടൻ നിൽക്കണു. അപ്പം ഞാൻ പെട്ടെന്ന് ഇതെന്ത് ഇത്ര ആൾക്കൂട്ടിച്ച് നോക്കിയപ്പോഴാണ് ഇവരാണ് മീഡിയക്കാരാണ് മനസ്സിലായത്. അപ്പം നമ്മൾ വേഗം ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ വിൻഷേട്ട് ഇതേ മോതിരമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ തേജുവിന് അതായിട്ടൊരു കുഞ്ഞു കൃഷ്ണൻ്റെ മോതിരമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാരേജിൻ്റെ അവിടേക്കല്ല കേട്ടോ പോയത്. ഞങ്ങൾ അങ്ങനെ വണ്ടി എടുത്തിട്ട് നേരെ ആര്യയുടെ അവിടേക്കാണ് പോകുന്നത്. കാരണം ഇന്ന് തന്നെയായിരുന്നു ആര്യയുടെ വീടിൻ്റെയും കുറ്റിയടി ഉള്ളത് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ ജിതിൻ ചേട്ടനോടും മിത്രേശോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ എരുമപ്പെട്ടിക്കായിട്ട് പോകണത്. ഇനി അവിടുന്ന് കുറ്റിയടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും റിസപ്ഷന് പോകും കേട്ടോ. അപ്പോൾ രാവിലത്തെ 8 മാത്രമേ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. എരുമപ്പെട്ടി എത്താറായി. ഇപ്പോൾ വിൻഷാട്ട് സോഡ സർബത്ത് കുടിക്കാമെന്നും പറഞ്ഞിട്ട് അത് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ചൂടല്ലേ, ചൂടത്ത് ഭയങ്കര ഒരു വെള്ളം ദാഹം, ഭയങ്കര പൊരിച്ചില് വെള്ളം കുടിക്കാഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വെള്ളം എന്തെങ്കിലും വാങ്ങി കുടിക്കുക. അങ്ങനെ ഇതേ ഇവിടെ എത്തിയപ്പോൾ അമ്മയും ആദർശവും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛല്ല കേട്ടോ, കാരണം അച്ഛൻ ഇവിടെ ഹോസ്പിറ്റലായ കാരണം തന്നെ അമ്മേനെ വിട്ടയക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റീനമ്മ ഇല്ലേ, അവിടെ ദൃശ്യേച്ചിയുടെ ഡെലിവറി ആയ കാരണം അവരും അവിടെയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്താ ഈ ഒരു തിക്കും തിരക്കിലും ചെയ്തെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഡേറ്റ് കുറേ നാളാണ് ഇങ്ങനെ ലേഗായി പോണു. പിന്നെ ആര്യയുടെ പീരീഡ്സ് ആവേണ്ട ഡേറ്റ് വരുന്നുണ്ട്, പിന്നെ മഴയാണ്. അങ്ങനെ മൊത്തത്തിൽ ഇനിയും നമ്മളിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ 2 മാസത്തെ ലേഗ് എങ്ങനെയായാലും വരും. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ പിന്നെ അച്ഛനായാലും എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഡേറ്റ് കിട്ടിങ്ങ കൈയോടെ തീർത്തോ, പിന്നെ നമുക്ക് പണി തുടങ്ങാം. ഇനിയിപ്പോൾ അച്ഛന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛന് ഇപ്പോൾ പെട്ടെന്നല്ല അച്ഛൻ ഇങ്ങനെ ഒരു ഇത് വന്നത്, കാലം ഇത് വന്നത്. അപ്പോൾ അച്ഛൻ കാരണം ഇത് മുടങ്ങരുതെന്ന് അച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കൺഫ്യൂഷനിലായിരുന്നു, എന്താ ചെയ്യേണ്ടത്, നടത്തണോ അതോ 2 മാസം കഴിഞ്ഞിട്ട് മതിയോ എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നായിരുന്നു. അപ്പോൾ അച്ഛനും റീനമ്മയായാലും എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഡേറ്റ് കിട്ടിങ്ങ വേഗം ചെയ്തോ, അത് കുറ്റിയടി തീർത്തോ, പണി വേഗം തുടങ്ങിക്കോ. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചക്കനെ ആവുമ്പോഴേക്കും ഒന്നും അവനെയും കൊണ്ട് വരേണ്ട രീതിയിൽ അവർക്ക് മാറണ്ടേ. അപ്പോൾ അതൊക്കെ കൂടി നോക്കിയിട്ടാണ് കേട്ടോ അവർ ഡേറ്റ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുറ്റിയടി തീർത്തു. ഇനി വേഗം പണിയും തുടങ്ങി വേഗം താമസമാക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എല്ലാ ഡീറ്റെയിൽസ് അവർ അവരുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടാവണമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സ്ഥലം എരുമപ്പെട്ടി ആട്ടോ. എരുമപ്പെട്ടി ആ ഒരു ഏരിയയിലാണ് വരുന്നത്. കടങ്ങോട് ആ ഒരു സ്ഥലമൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. എനിക്ക് പ്രോപ്പർ കറക്റ്റ് ആ പ്ലേസ് എങ്ങനെ പറയാൻ എനിക്കറിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ട് വേറൊന്നുമില്ല കേട്ടോ. ചൂട് എടുത്തിട്ടാണ്, അമ്മാതിരി ചൂട്. പിന്നെ ഉണ്ണിയാണെങ്കിൽ കരയാണ്. അപ്പം ഞങ്ങളെല്ലാവരും മാറി ഉണ്ണീനെ എടുത്തിട്ട് ഇവിടെ കാറിൻ്റെ ഉള്ളിൽ എസിട്ട് ഇരിക്കട്ടെ ചെയ്തിടുന്നത്. ചൂട് കാരണം അല്ലാണ്ട് സഹിക്കാൻ പറ്റണില്ല ചൂട്, അതുകൊണ്ടാട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ പെൺകുട്ടികൾക്ക് തീരും പറ്റണില്ല, ഇവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടെങ്കിലും നിൽക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ നമ്മൾ കുറ്റിയടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടാ. ഇനി ഫംഗ്ഷൻ റിസപ്ഷന് പോവാണ്ട്. അപ്പോൾ അതിന് പോകണം. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് എല്ലാവരും കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടാ. ഒരു 2 മണിയോട് കൂടി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാലല്ല, മേലൊക്കെ കഴുകി ഒന്ന് റിസപ്ഷന് പോകണം. അപ്പം ഇനി അപ്പം കാണാം. പിന്നെ പ്രത്യേകിച്ച് ഇനി വീഡിയോസൊന്നും ഇല്ല. ഇനിയിപ്പോൾ എന്താ മേലെ എടുക്കുക പോവുക അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ റിസപ്ഷനിൽ എല്ലാവരും ഉണ്ടാവും. ഇവിടെ പാറും അവരെല്ലാവരും ഉണ്ടാവും കേട്ടോ. രാവിലെ പിന്നെ ആൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഉണ്ണി ചെറുതല്ല. അപ്പോൾ 6 മണിക്കായിരുന്നു മുഹൂർത്തം. അപ്പോൾ ആ ഒരു സമയത്ത് വരാൻ കുറച്ച് പണിയാലോ.
അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വൈകിട്ട് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ റിസപ്ഷന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ എനിക്ക് കാണാം. അപ്പോൾ റിസപ്ഷന് പോകേണ്ട ഉള്ള വീഡിയോസായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ നല്ല തലവേദനയ്ക്കുണ്ട്, ഭയങ്കര തലവേദനയുണ്ട്, ഒരു മപ്പടിച്ച പോലെ. രാവിലത്തെ ഒരു നേരത്തെ എനിക്ക് പോകേണ്ട തോന്നുന്നു. പിന്നെ മേലൊക്കെ കഴുകി കുളിച്ച് സെറ്റായിട്ട് കാണാം. 5 ആകുമ്പോഴേക്കും നമ്മളിത് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് നിൽക്കട്ടെ. അപ്പം നമ്മുടെ തേജുവിന് ഇതന്നാ പിറന്നാളിന് ഞാൻ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ഷർട്ടായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തേജു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് ഫുഡ് ആകുമ്പോൾ ഭയങ്കര കുറവാണ് കഴിക്കണത്. കഴിക്കും, തുടക്കത്തിൽ ഇങ്ങനെ വാരി വലിച്ച് എന്തോ കാട്ടും, പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് കഴിക്കുക. 2 ഉരുള കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തും. അത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അങ്ങോട്ട് കഴിക്കും. ഭയങ്കര ക്ഷീണമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തേജു നന്നാവും സ്കൂളിൽ പോകുമ്പോഴാട്ടോ. വീട്ടിലാവുമ്പോൾ തേജു ഭയങ്കര, അതായത് വെക്കേഷൻ ആകുമ്പോൾ തേജു ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. പിന്നെ കളിക്കാനൊക്കെ പോയിട്ട് ആകെ ഒരു കോലം. സ്കൂളിൽ പോയി തുടങ്ങിയ കുട്ടി നന്നാവും. അപ്പം ഞാൻ വേഗം സ്കൂൾ തുറക്കാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ അതേ വിൻഷേട്ടനും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് വിനീതേട്ടൻ്റെ വെളിച്ചൻ്റെ മോലെ ചേട്ടൻ്റെ കല്യാണത്തിന് ഫംഗ്ഷൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതായിട്ട് ഇട്ടിട്ടുള്ളത്. വീഡിയോസൊന്നും വല്ലാണ്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ നമ്മൾ ഇവിടെ കയറി നിൽക്കണത് എന്താണെന്നറിയോ, അതായത് പട്ടാമ്പി നമ്മൾ ജിത്തുട്ടേട്ടനും ബാറും കൂടി വരുന്നുണ്ട്. അപ്പം നമ്മൾ പട്ടാമ്പി സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ കണ്ടപ്പോൾ വണ്ടി ഇവിടെ കൊടുന്നിട്ടിട്ട് അവരെ കാത്തിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അല്ലേ. വണ്ടി നമുക്ക് ഓൾട്ടർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1-2 വർക്കും കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞേക്കണേ. അന്ന് പോയിട്ട് ഞങ്ങൾ എല്ലാതും ഫുള്ളായിട്ട് ഓൾട്ടർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്പം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഫുൾ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു 1-2 പണികളും കൂടി ഉണ്ട്. അതെല്ലാം തീർത്തിട്ട് നമ്മൾ വണ്ടിയുടെ ഫുൾ ഔട്ട്ലുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തേക്കണമെന്നുള്ളത്. അപ്പോൾ അതേ ഇനിയിപ്പോൾ അവരെ കാത്ത് നിൽക്കുമ്പോൾ ജിഷ്ണുവായിട്ടോ നമ്മുടെ തേജുവിനെ വണ്ടറ മുകളിൽ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തിയിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ, ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെത്തുട്ടാട്ടിനും ഭാരം കൂടിയിട്ട് വണ്ടിയുമ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷേ ഞാനത് കണ്ട പാടെ തന്നെ വേഗം ഫോൺ വിളിച്ചപ്പോൾ അവർ തിരിച്ച് ഇതേ വന്ന് വണ്ടി ഇതേ ഇവിടെ സൈഡാക്കിയിട്ട് ഇനി നമ്മളെല്ലാവരും കൂടിയിട്ടാട്ടോ പോണത്. അപ്പോൾ അതേ ചെക്കന് ഷർട്ടും പാൻറ്റൊക്കെ ഇടിച്ചിട്ടാണ് കൊടുന്നേക്കണത്. അങ്ങനെ അവൻ്റെയും ഫോട്ടോ എടുത്തു വിട്ടു. അതായത് നമ്മുടെ ബിഹാൻ വിച്ചുട്ടൻ. എനിക്ക് എന്താണ് ഔട്ടിപ്പുണ്ടായി ഉണ്ണിയോളില്ലേ, ചെറു ഉണ്ണിയോള്, അവരേനൊക്കെ എൻ്റെ വായിൽ കുഞ്ഞിച്ചക്കൻ ചെക്കന്മാരായാലും ഇപ്പം ഉണ്ടായിക്കുന്നത് മൊത്തം. ഇപ്പം ജിഷ്ണുവേട്ടനായാലും ആരിക്കായാലും ചിത്തുട്ടേട്ടനായാലും എല്ലാവർക്കും എൻ്റെ വായിൽ കുഞ്ഞിച്ചക്കൻ എന്നുള്ള പേരേ വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടായിട്ട് ഞാൻ പറയണത്. അത് പാരിയുടെ കുട്ടീനെന്ന് മാത്രമല്ല, നമ്മുടെ വരേനും ഞാൻ കുഞ്ഞിച്ചക്കൻ തന്നെ എൻ്റെ വായിൽ വരാറുള്ളേ. പിന്നെ നമ്മൾ ഇതേ സ്ഥലത്ത് എത്തി വണ്ടി ഇതേ സൈഡാക്കി നിൽക്കട്ടെ. ഞങ്ങൾ വണ്ടിയുടെ ബാക്ക് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയതാട്ടോ, ലൈറ്റ് സെറ്റ് ചെയ്തേക്കണത്. ഇനി നമുക്ക് ഉള്ളിൽ കയറണം, ഫംഗ്ഷൻ്റെ അവിടെ പോകണം, പിന്നെ അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കുടിക്കണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ്ങുള്ള ഇപ്പോഴത്തെ ചടങ്ങ്. അതൊക്കെയാണ്. ഞാനും പാറും ആണെങ്കിൽ ഇതേ ഫസ്റ്റ് തന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നിൽക്കണം ഇപ്പാട്ടോ. അത് ഞാൻ പൈനാപ്പിളും പാറും നമ്മുടെ വാട്ടർമെലനായിട്ട് എടുത്തേക്കണത്. അങ്ങനെ ഇതേ ഇവിടെ എത്തി ഞങ്ങൾ നേരെ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കയറി ഇതേ ഇവിടെ ഇരിക്കട്ടോ. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ റിസപ്ഷൻ്റെ ലുക്ക് ഉണ്ടായിരുന്നത്. റിസപ്ഷൻ്റെ ലുക്കും ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് നമ്മളൊരു ഹോണസ്റ്റ് റിവ്യൂ പറയണ്ടേ, അതുകൊണ്ട് പറയാട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ആ ഒരു വെഡ്ഡിങ് ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ലുക്ക്. ഞങ്ങൾ പിന്നെ നന്നായി കറങ്ങണ ഫാൻ നോക്കിയിട്ട് തന്നെ അതിൻ്റെ നേരെ ചോടെ പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിത്രേച്ചിയാണെങ്കിൽ മേക്കപ്പ് കഴിഞ്ഞിട്ട് പോയി. കാരണം ആൾക്ക് ഭയങ്കരമായിട്ട് ആൾ ടയേർഡായിക്കണം, ഭയങ്കര ക്ഷീണമാണ്, വെയ്യൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തലേ ദിവസം ആൾ ഗുരുവായൂർ എത്തിയിട്ടുള്ളതാണ്. ആൾക്ക് അപാര പ്ലാനിങ് നടന്നു കേട്ടോ. കാരണം ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ആൾക്ക് കോഴിക്കോട് ബീച്ചിൽ പോകണം, അങ്ങനെയൊക്കെയായിരുന്നു രാവിലെ പ്ലാൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് കോഴിക്കോട് പോകണില്ലേ എന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നു, കാരണം ഈ ഒരു നേരം ആകുമ്പോഴേക്ക് കോഴിക്കോടൊന്നും പോകാറുണ്ട് നടക്കില്ല, കാരണം എന്തായാലും ടയേർഡാവും നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫംഗ്ഷന് പോലും നിൽക്കാൻ പറ്റാത്ത ഒരു രീതിയിലാവും എന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം നല്ല മെയ്യാണ്ട് തന്നെ പോയിട്ടുണ്ടാവുക. ആൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, 2-നും വേണ്ടി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ മിത്രേച്ചി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും പാറും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്നു. പിന്നെ ഒരു ചെറിയ ഗാനമേളയും കൂടി അപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാടുന്നത് നമ്മുടെ വിൻചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അതായത് ക്രിക്കറ്റ് കളിക്കാൻ പോവില്ലേ, അവിടെ നിന്ന് കിട്ടിയ കമ്പനിയാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൊടുക്കാം കേട്ടോ പാട്ട്. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ കുഞ്ഞു ക്ലിപ്പായിട്ട് ആ ചേട്ടൻ പാടുന്നത് കൊടുക്കേ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഗാനമേള, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കാം കേട്ടോ പാട്ട് എന്തായാലും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തേജുവിന് ഒരു ഭയങ്കര ആഗ്രഹം കേട്ടോ. അവിടെ നമ്മുടെ കിച്ചൂട്ടനൊക്കെ തേജു ഇങ്ങനെ വെള്ളം ഇതൊക്കെ കൊടുക്കൂട്ടിരുന്നിട്ട്, അപ്പോൾ ഇവനും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തേജു ഇത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവരാണെങ്കിൽ തേജുവിനെ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കണുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വിൻചേട്ടൻ ആ ചേട്ടൻ പാടാൻ വിളിക്കുക കേട്ടോ. കാരണം സുന്ദരി ഏവാ പാട്ടില്ലേ, അത് വിൻചേട്ടൻ നന്നായി പാടും. അപ്പോൾ അത് ആള് പാടിപ്പോൾ ആൾ എന്നിട്ട് വിൻചേട്ടനെ വിളിക്കുക കേട്ടോ പാടാൻ വേണ്ടിയിട്ട്. വിൻചേട്ടനാണെങ്കിൽ ഭയങ്കര നാണ് എല്ലാവരും കൂടി വിളിച്ചപ്പോൾ. പിന്നെ അതേ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഫോട്ടോസ് എടുക്കുക കേട്ടോ. അതായത് കപ്പിൾസ് എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ
പാറും ചിത്തുട്ടേട്ടനും കൂടിയിട്ട് ഫോട്ടോസ് എടുത്തു. പിന്നെ ഞാനും മിൻഷേട്ടനും കൂടി നിന്ന് ഫോട്ടോ എടുക്കും. അങ്ങനെ ഓരോ ഫാമിലി കുഞ്ഞിതായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഭയങ്കര ഫുള്ളായിട്ടുള്ള അങ്ങനെയുള്ള ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ അവരുടെ ബജാജിൻ്റെ ടീമോളാണ് കേട്ടോ. തേജു പിന്നെ വെയ്യാണ്ടത് അടിക്ക് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ ഇതാണ് കേട്ടോ ഇവരുടെ ഫുൾ ടീം. ഇപ്പോഴും ഉണ്ട് തോന്നുന്നു. ലാസ്റ്റിക്കും ഇതിനും ആൾക്കാർ കൂടുന്നുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഒരുവിധം ബജാജിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം വർക്ക് ചെയ്തിടുന്നവർ നമ്മുടെ ജിഷ്ണുവായിട്ട് അതാവണ്ടേ നിൽക്കണം. അപ്പുറത്ത് വിൻഷേട്ടൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ പാറുവിൻ്റെ പാപ്പനാണ്. വിൻഷേട്ടൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ചിത്തുട്ടേട്ടനാണ്. ഫോട്ടോസ് എടുക്കാൻ നിർത്തിയപ്പോൾ തന്നെ എല്ലാവരും ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കുന്ന ആൾ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി ഡാൻസ് കളിക്കുക, നമുക്കൊരു വീഡിയോസൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വട്ടിട്ട് നിർത്തിയിട്ട് ഇനി ഡാൻസ് കളിപ്പിക്കാനായിട്ട് തുടങ്ങണത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വിൻഷേട്ടനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. കാരണം വിൻഷേട്ടനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചിട്ടേ അടങ്ങുന്നുള്ളൊരു ഇതായിരുന്നു. ഞാനും അതേട്ടാ ഞങ്ങൾ പറയുന്നുണ്ട് വിൻഷേട്ടനെ കൊണ്ട് എന്തായാലും പാട്ട് എന്തെങ്കിലും രണ്ടുപേരെങ്കിലും പാടിപ്പിക്കണമെന്ന്. സത്യം പറയുള്ള വിൻഷേട്ടന് ചെറിയ രീതിക്കൊക്കെ പാട്ട് പാടാൻ അറിയാം, അതങ്ങോട്ട് സമ്മതിക്കണം കേട്ടോ. പിന്നെ അങ്ങോട്ട് നന്നായി പ്രോത്സാഹിപ്പിച്ചാണ്ടല്ലോ ഭയങ്കരമായിട്ട് കോളാക്കി തരും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ വിൻഷേട്ടനെ. അതായത് നോർമലി പാടി വെച്ച് നന്നായി ഇങ്ങനെ പാടും, പക്ഷെ നമ്മളായി നന്നായി ഉണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോണ്ടല്ലോ ഇങ്ങനെ ഓവറായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടി പാട്ട് പാടും. അതാണ് കോളാക്കുക എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ഞങ്ങളിതൊരു മുക്കിൽ ഇതേ ബാക്കിൽ അവരുടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി കളിക്കണോണ്ട് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ നിൽക്കാനേ പറ്റുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ തേജുവിനാണെങ്കിൽ എന്തോ ഒരു കുറഞ്ഞളകി നിൽക്കണ നേരാണ് കേട്ടോ. ഒന്നിലേക്ക് അങ്ങോട്ട് കൂടാണ്ട് എത്ര വിളിച്ചാലും വരാണ്ട് ഇങ്ങനെ ആകെ മൊത്തം കലിപ്പ് പിടിച്ച് നിൽക്കണ നേരാണ്. പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്ന് പിന്നെ നല്ല തിക്കും തിരക്കായപ്പോൾ ഞങ്ങൾ നേരെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടിയിലും അതെ മുകളിലും അതെ കേട്ടോ ഗംഭീര ഡാൻസ് ആടുന്നു. ഏകദേശം ഒരുവിധം ബജാജ് ടീം മൊത്തമായിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇവരുടെ ലാസ്റ്റ് ഒരു എന്താ പറയുക മിക്സിങ് ചെയിൻ സോങ് എന്ന് പറയില്ലേ, ആ സാധനം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു എല്ലാവരും കൂടി ഇത് ആടി തിമർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ടാണ് പോണത്. എന്തായാലും ചെക്കന്മാരെല്ലാവരും കൂടെ പരിപാടി ഉഷാറാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കല്യാണം നടത്തിയിട്ടുണ്ട്. അതായത് ഒരു ഫ്രണ്ട്സ് ഗ്യാങ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ആവുള്ളൂ. എന്തായാലും ആടി തിമർത്തെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ നല്ല വൈകിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം കഴിയാൻ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിത് ചിക്കൻ ബിരിയാണി ചിക്കൻ വറുത്തത് ബിരിയാണി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇതേ വേഗം ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് നേരെ വീട്ടിലേക്കാട്ടോ പോണത്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. ഞങ്ങൾ സാധാരണ നോർമലി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്നായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആര്യനെ വിളിച്ചപ്പോൾ ആര് പറഞ്ഞത് വേണ്ടി നാളെ രാവിലെ വന്നാൽ മതി, രാത്രിന് ഉണ്ണിയും കൊണ്ട് വരാൻ നിൽക്കണ്ട, ഞങ്ങൾക്ക് ഇടുന്നു വന്നിട്ട് രാവിലെ നേരത്തെ പോന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ ചാത്തന്നൂർക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തേജപ്പൻ്റെ പല്ല് പൊട്ടി കൈ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോപ്കോൺ കഴിച്ചതായിരുന്നു. അതിൻ്റെ ഉള്ളത്തെ കുരു എന്തോ കുടുങ്ങിയിട്ട് പകുതി പല്ല് പൊട്ടിപ്പോന്നു. ഇനി ഡോക്ടറെ കാട്ടിയിട്ട് ഫുള്ളായിട്ട് പറിച്ചെടുക്കേണ്ടി വരും. ഇതാട്ടോ കുഞ്ഞിപ്പല്ല് ഞാൻ കളയാൻ നോക്കിയതാട്ടോ. അപ്പോൾ ജിഷ്ണേണ്ട പറഞ്ഞ് കളയണ്ട കൈ പിടിച്ചോന്ന്. അതിന് നമ്മളിതേ വീട്ടിലെത്തിയിട്ടാണ്. പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടിയുടെ ഒരു കുഞ്ഞു ലുക്ക് ഇതാണ് കേട്ടോ. ഇനി കുറച്ചും കൂടി പണികളുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ, അതായത് വീട്ടിലത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ ഇനി വരിക. സംഭവം ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒന്ന് ഫ്രീ ആയതിന് ശേഷം എല്ലാം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ബൈ.